ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ കുറച്ച് അസുഖങ്ങളൊക്കെ കാരണം സൗണ്ടൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ കുറേ ആയി വോയിസൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. എല്ലാവരും അച്ഛനെയും അമ്മനെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. ആരാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ? അച്ഛനെയും അമ്മനെ ഇഷ്ടമില്ലാത്തവർ ഇന്ന് ഈ ലോകത്ത് എന്നല്ല എവിടെയും കാണില്ല. പിന്നെ ഇപ്പം കുറേ വൃദ്ധസദനത്തിൽ പാരൻസിനെ കൊണ്ടാക്കുന്ന കുറച്ച് പേരുണ്ട്. അത് അവരുടെ മഹത്വം തിരിച്ചറിയാത്തവരാണ്, അച്ഛൻ്റെയും അമ്മൻ്റെയും മഹത്വം തിരിച്ചറിയാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്തവരുണ്ട്. ഞാൻ അങ്ങനെ അല്ലാത്തവരുടെ കാര്യമായിട്ടോ പറയുന്നത്. അങ്ങനെ ഉള്ളവർ വേറുണ്ട്, അല്ലാത്തവർ വേറുണ്ട്. ആരെങ്കിലും അച്ഛനോടോ അമ്മനോടോ അല്ല ഉപ്പയോടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഉപ്പ എന്തെങ്കിലും സങ്കടം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കാനോടോ അമ്മനോടും അല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടൊക്കെ ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഡള്ളായി നിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ ശരിയായിക്കോളും. അങ്ങനെ ഒരു വാക്ക് മതി, എല്ലാ അച്ഛൻ്റെയും അമ്മൻ്റെയും പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോളും. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പല ജോലികളും ചെയ്യുന്നവരുണ്ടാവും. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വവും ഉണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരുടെ ഉപ്പമാരും അച്ഛന്മാരും ഒക്കെ ഡ്രൈവർമാരായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡ്രൈവർമാരായിട്ടുള്ളവരുടെ ഒരുപാട് വീട്ടിലേക്ക് വരാതെ അവർ ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ, ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരെങ്ങനെയാണ് അവർ കഴിയുന്നത്, അല്ലെങ്കിൽ അവർ ഫുൾ ഹാപ്പി ആയിരിക്കും. നമ്മളങ്ങനെയാണല്ലോ ചിന്തിക്കാം. ഓ അച്ഛൻ പണിക്ക് പോയതാ, അച്ഛനൊരു കുഴപ്പമില്ല, അച്ഛൻ പണിക്ക് പോയതല്ലേ, നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. ഈ പറയുന്നത് ഞാനും അങ്ങനെയൊക്കെ കേട്ടോ ചിന്തിച്ചത്. ഇപ്പം കാലങ്ങളൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഡ്രൈവർമാർ എങ്ങനെയാണ് എന്നാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ ആദ്യം നമുക്ക് എല്ലാ ഡ്രൈവർമാരും അവരുടെ കസ്റ്റമേഴ്സിനെ സുരക്ഷിതമായിട്ട് അവരുടെ എത്തിക്കേണ്ട സ്ഥലത്ത് വളരെ ഭദ്രമായിട്ട് എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെയാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കിടക്കുന്നത്, രാത്രിയായാലും പകലായാലും എങ്ങനെ അവർ പോകുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ കാറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, ബെഡും ഫാനും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവരുടെ ഡ്രസ്സും ഒക്കെ വളരെ മനോഹരമായി നീറ്റാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കൊതുക് വല വരെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ ഭയങ്കര സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ എപ്പോഴും മക്കൾ, ചേച്ചിയായാലും അനിയത്തിയായാലും ഏട്ടനായാലും അനിയനായാലും എപ്പോഴും വീട്ടിൽ കിടക്കയ്ക്ക് വേണ്ടിയിട്ടും കട്ടിലിന് വേണ്ടിയിട്ടും കച്ചറുണ്ടാക്കുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ഒരുപാട് മക്കൾ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ഈ ഓരോ അച്ഛന്മാരെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കളെ നോക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഞാൻ അങ്ങനെയാണ്, ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, എത്ര ബുദ്ധിമുട്ടായി എന്നൊരു വാക്ക് ഒരു അച്ഛന്മാരും അമ്മമാരും പറയാറില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നടത്താതെ അവരുടെ ആവശ്യങ്ങളും ചോദിച്ചു തരണം. അവരെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും നല്ല കാര്യം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അച്ഛന്മാരോട് എന്താണ് പറയാനുള്ളത് വെച്ചാൽ അച്ഛന്മാരോട് തുറന്ന് പറയുക. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം പ്രത്യേകം പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.